കക്കാടംപോയിൽ വരെ ഒന്ന് പോവാണ് കേട്ടോ. അവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ കാണാനുണ്ട്. ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മള് അവരുടെ വീട് കഴിഞ്ഞിട്ട് ഒരു അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടൊന്ന് കയറിയതാണ് കേട്ടോ. അവരെ കണ്ടു കഴിഞ്ഞ് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ വീടൊക്കെ ഞാൻ നോക്കി. അപ്പൊ അത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം ലൈഫ് പദ്ധതിയിലൂടെ അവർക്ക് കിട്ടിയ ഒരു വീടാണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേനും 64,006 കുടുംബങ്ങളെ പഞ്ചായത്ത് സർവേ വഴി കണ്ടെത്തിയതാണ്. അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം എന്നിവ കൂടാതെ അതിജീവന ഉപാധികൾ നൽകി സാധാരണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണിത് കേട്ടോ. ബാക്കിയുള്ള ഈ ആൾക്കാരെയൊക്കെ ആരുമില്ല. ഈ അമ്മയുടെയൊക്കെ മകൻ ഒരാളുണ്ടായിരുന്നത് മരിച്ചുപോയതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അത്രയും ദാരിദ്ര്യത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തി കിട്ടിയതാണ് ഇവർക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും അതിദരിദ്രരെ കണ്ടുപിടിച്ച് അവർക്കൊരു അതിജീവന മാർഗം നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്തുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന അതിദാരിദ്ര്യരഹിത സംസ്ഥാന പ്രഖ്യാപന ചടങ്ങിൽ നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, കമൽ സാറ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ആ പരിപാടിയിൽ ഞാനും വരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും വരില്ലേ?